ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിലെയും വിശദാംശങ്ങളുമായി അജയ് സുധാ ബിജു ചേരുകയാണ്. അജയ്, ഈ ഒരു രാഷ്ട്രീയ വിശകലനം, അതായത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ പ്രത്യേകതകൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനം മുതൽ ദക്ഷിണേന്ത്യ, അതായത് BJPക്ക് ബാലികറ മല എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രദേശമായ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെയാണ് വിജയപ്രതീക്ഷകൾ? ഇന്ത്യ മുന്നണി ഈ ഒരു ആദ്യഘട്ടത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അഖിൽ, തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് വളരെയധികം പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണത്തെ 2019 ഒരു സീറ്റ് നില നമ്മൾ നോക്കുകയാണെങ്കിൽ 51 സീറ്റ് NDAയ്ക്കും 48 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിച്ചിട്ടുണ്ട്. അന്ന് ഇന്ത്യ മുന്നണി ഇല്ലായിരുന്നു. അന്ന് വ്യത്യസ്ത പാർട്ടികളായി മത്സരിച്ചിട്ട് പോലും 48 സീറ്റുകൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വലിയൊരു ശക്തിയായി മാറിയിട്ടുള്ളത് തമിഴ്നാട്ടിലുള്ള DMK തന്നെയാണ്. 24 സീറ്റുകളാണ് അവർ കഴിഞ്ഞ തവണ തമിഴ്നാട്ടിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് തൂത്തുവാരിയത്. അപ്പോൾ ഇത്തവണ ഇന്ത്യ മുന്നണി ആയി മത്സരിക്കുമ്പോൾ അവരുടെ പ്രകടനം എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് അത് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ പകരുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണത്തെ അതേ സ്ഥിതി തുടരുമോ, അല്ലെങ്കിൽ സീറ്റ് നില കുറയുമോ, അല്ലെങ്കിൽ NDA മുന്നണിയെ വെട്ടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് മുന്നേറാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം അപ്പോൾ ഇന്ന് ജനങ്ങൾ വിധിയെഴുതുകയാണ്. ഇന്ന് രാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതനുസരിച്ച് കന്നി വോട്ടർമാരും യുവാക്കളും അടക്കം എല്ലാവരും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് പോളിംഗ് ഇത്തവണ അടയാളപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദേശം തമിഴിൽ ഉൾപ്പെടെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ തമിഴ് എന്ന് പറയുന്ന ഫാക്ടർ അത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സാധാരണ തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാകാത്ത വിഷയമായിരുന്നു. കാര്യം തമിഴ് പാർട്ടികളുടെ, ദ്രാവിഡ പാർട്ടികളുടെ ഒരു അപ്രമാദിത്യം കാരണം അത് ദേശീയ തലത്തിൽ തമിഴ് രാഷ്ട്രീയം, തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ തരത്തിലുള്ള ചർച്ചകളൊന്നും മുൻപായിരുന്നില്ല. എന്നാൽ ഇന്ന് ദേശീയ മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിൽക്കുന്നത് തമിഴ്നാടാണ്, തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഏതാണ്ട് 10ലധികം മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം തമിഴ്നാട്ടിൽ ഇത്തവണ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം തലസ്ഥാനത്തെ ചെന്നൈ സൗത്തിൽ തന്നെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ആദ്യം ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ MK സ്റ്റാലിൻ, അദ്ദേഹം ആദ്യം തങ്ങളെ എതിർക്കാൻ ഒരു പ്രതിപക്ഷമില്ല, തങ്ങളാണ് ഏറ്റവും മുഖ്യ കക്ഷി എന്നുള്ള നിലയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. എന്നാൽ ആ സ്ഥാനത്തേക്ക്, പ്രതിപക്ഷം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് BJPയുടെ കടന്നു കയറാനുള്ള ഒരു ശ്രമം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7 തവണ തമിഴ്നാട്ടിൽ നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ BJP രണ്ടാം സ്ഥാനത്ത് വരാതിരിക്കാൻ പിന്നീട് സ്റ്റാലിന് തന്നെ മാറ്റി പറയേണ്ടി വന്നു AIADMKയുമായിട്ടാണ് തങ്ങളുടെ മത്സരമെന്ന്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രതീതി, അതായത് BJP തമിഴ്നാട്ടിലെ ചിത്രത്തിലേ ഇല്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി കേവലം 3 തവണ മാത്രം തമിഴ്നാട്ടിലെത്തിയതും ഈ പ്രചരണത്തിന് കൂടുതൽ സ്റ്റാലിൻ്റെ മുഖം തന്നെ ഉപയോഗിക്കാനുള്ളൊരു കാരണവും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ത്രികോണ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും വോട്ട് അത് DMKയിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാനാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. നാടും നമത് 40 നമത് എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടെയാണ് സ്റ്റാലിൻ തെരഞ്ഞെടുപ്പിനെ ഇത്തവണ നേരിടുന്നത്. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലെ ഒരു മണ്ഡലത്തിലും ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണ 24 സീറ്റ് നേടിയ DMKയുടെ ഇത്തവണത്തെ പ്രകടനം എന്താകുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. മാത്രമല്ല പ്രധാനമന്ത്രി വരെ നേരിട്ടെത്തി ഇത്രയധികം വലിയ പ്രചരണം നടത്തിയ തമിഴ്നാട്ടിൽ BJPക്ക് എത്ര സീറ്റ് നേടാനാകും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ 0 പോകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത്തവണ നോക്കി കാണേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട മറ്റൊരു മണ്ഡലമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രത്യേകതകളുണ്ട്. കാര്യം ഈ ലോക്സഭാ മണ്ഡലങ്ങളായ അലിപുർ ദുർവാർ, കൂച്ച് ബെഹാർ,
ജൽപായ്ഗുരി എന്ന് പറയുന്ന മേഖലകൾ, ഇവയെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ്. ഇവിടങ്ങളിൽ നിന്ന് നിരവധി ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. പ്രധാനമായിട്ടും ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കൾ കുടിയേറി താമസിക്കുന്ന മേഖലകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൗരത്വ നിയമം ഉൾപ്പെടെ ഇവിടെ വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട്. എന്നാൽ ഈ ചർച്ചകൾ അത് BJPക്ക് അനുകൂലമായിട്ടുള്ള ചർച്ചകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. BJPക്ക് സ്വാധീനമുള്ള 3 മണ്ഡലങ്ങൾ കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിൽ വളരെയധികം ഒരു ആക്രമണങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ആരോപണങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് BJP ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും പരസ്പരം ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട്. BJP പ്രവർത്തകർ ആയുധങ്ങളുമായി എത്തി പോളിംഗ് ബൂത്തുകൾ കയ്യേറുന്നുവെന്ന് തൃണമൂൽ ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJP പറയുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ തൃണമൂൽ ബോംബെറിഞ്ഞുവെന്ന് BJP ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൂഫാൻഗഞ്ചിലുള്ള TMCയുടെ ഓഫീസ് BJP പ്രവർത്തകർ കത്തിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്നുണ്ട്. BJP ഇതിനകം 15 പരാതികളോളം നിലവിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൃണമൂലും BJPക്കെതിരെ ആക്ഷേപങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തൃണമൂലിനെതിരെ BJP പറയുന്നത് BJP പ്രവർത്തകരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾ സമ്മതിക്കുന്നില്ല. വലിയ രീതിയിലുള്ള അക്രമമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി ഈ പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 മണ്ഡലങ്ങളിലും അഴിച്ചുവിടുന്നതെന്നും BJP ആരോപിക്കുന്നുണ്ട്. അപ്പോൾ BJPക്ക് സ്വാധീനമുള്ള ഈ 3 മണ്ഡലങ്ങൾ അത് BJP തന്നെ നേടുമോ, അല്ലെങ്കിൽ അത് തൃണമൂലിന് പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളും വലിയ ചോദ്യം തന്നെയാണ്. മഹാരാഷ്ട്രയിൽ നോക്കുകയാണെങ്കിലും വലിയ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. 5 സ്ഥലങ്ങളിലാണ് ഇത്തവണത്തെ പോരാട്ടം. അതിൽ ഒരിടത്ത് ചന്ദ്രാപൂർ എന്ന് പറയുന്ന മണ്ഡലം കോൺഗ്രസ് ആണ് വിജയിച്ചത്. മറ്റ് 4 സ്ഥലങ്ങളിലും BJP സഖ്യവുമാണ് വിജയിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം നാഗ്പൂർ മണ്ഡലം തന്നെയാണ്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന മണ്ഡലമാണ്. ഹാട്രിക് വിജയം തേടിയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ടുള്ളതും. ഹൈവേ മാൻ എന്ന് പറയുന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളും ബാനറുകളും എല്ലാം ഇപ്പോൾ മണ്ഡലത്തിലാകെ പ്രത്യക്ഷപ്പെട്ടത്. വലിയ രീതിയിലുള്ള പ്രചരണവും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ നിലവിലുണ്ട്. അതുമാത്രമല്ല അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 3 സ്ഥലങ്ങൾ, ഈ ഗഡ്ചിറോളി മേഖലകൾ, അതുപോലെ തന്നെ ചിമൂർ മേഖല തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളാണ്. 2019 ഇലക്ഷൻ സമയത്ത് IED സ്ഫോടനം ഉൾപ്പെടെ ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തെലങ്കാനയുമായി അതിർത്തി പങ്കിടുന്ന മഹാരാഷ്ട്രയുടെ മേഖലകളാണ്. അതുകൊണ്ട് ഈ മേഖലകളിൽ ഈ മാവോയിസ്റ്റ് ആക്രമണ ഭീഷണിയുള്ള ഈ മേഖലകളിൽ കടുത്ത രീതിയിലുള്ള സുരക്ഷാ വിന്യാസവും ഇത്തവണ വിന്യസിച്ചിട്ടുണ്ട്. ഏതാണ്ട് 15,000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ട്. വ്യോമസേനയുടെ 6 ഹെലികോപ്റ്ററുകളും ഈ മണ്ഡലത്തിനെ ചുറ്റി കറങ്ങുന്നുണ്ട് എന്ന് പറയുന്നതും വളരെയധികം ശ്രദ്ധേയം തന്നെയാണ്. പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ അനുകൂലമായത് BJPക്കാണ്. BJPക്കും BJPയുടെ NDAയിൽ ഉൾപ്പെടുന്ന മറ്റ് സഖ്യകക്ഷികൾക്കുമാണ് ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ തുണയായത്. ഈ ഇലക്ഷൻ നിശബ്ദ പ്രചരണത്തിന് തൊട്ട് ഒരു ദിവസം മുൻപ് വരെ ശ്രീ നരേന്ദ്രമോദി നേരിട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെത്തി പ്രചരണം നടത്തിയിരുന്നു. മണിപ്പൂർ വിഷയം ഉൾപ്പെടെ കത്തി നിന്നപ്പോൾ BJP നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തിയില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാത്രമാണ് ഇപ്പോൾ മണിപ്പൂരിൽ പോവുകയുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി എന്തുകൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നില്ല, മണിപ്പൂരിലേക്ക് പോകുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും ഒരു ആയുധമായി എടുത്ത് ഉന്നയിച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലതവണ ഈ മണിപ്പൂർ വിഷയവും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ വലിയ ഒരു പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടി ഇത്തവണ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രചരണം, അതുപോലെ തന്നെ മണിപ്പൂർ കലാപം ഉണ്ടായിരുന്ന സമയത്ത് BJP നേതാക്കൾക്കെതിരെയും അതുപോലെ തന്നെ NDA മുന്നണിയിലെ നേതാക്കൾക്കെതിരെയും ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, അതെല്ലാം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരുമോ എന്നുള്ള ചോദ്യങ്ങളും അതിനെല്ലാം ജനങ്ങൾ ഇന്ന് വിധിയെഴുതും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ UPയിൽ
ഉത്തർപ്രദേശിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ 8 മണ്ഡലങ്ങളിലാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 8 മണ്ഡലങ്ങളും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് പ്രധാനമായിട്ടും എപ്പോഴും തുണച്ചിട്ടുള്ളത് BJPക്കാണ്. ഉത്തർപ്രദേശ് നേടുന്നവർ രാജ്യം നേടും എന്ന് പറയുന്ന ഒരു ചൊല്ല് തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് തുണച്ചത് NDA മുന്നണി BJPക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 8 മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ 38% മുതൽ 51% വരെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലാണ് ഈ 8 മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ ഈ CAA വിഷയം ഉൾപ്പെടെ ചർച്ചയായി കത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ 8 മണ്ഡലങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതും നോക്കിക്കാണേണ്ട കാര്യമാണ്. പിന്നെ കശ്മീരിൻ്റെ കാര്യവും പ്രധാനപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം കശ്മീരിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. കശ്മീർ ആരെ തുണയ്ക്കും എന്നുള്ളതും നമ്മൾ നോക്കിക്കാണണം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പൂരത്തിനുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം. അഖിൽ, പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.